വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൽ രചിക്കപ്പെട്ട ഈ വചനം പരിശുദ്ധാത്മ നിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടീനെ അങ്ങ് സഹായിക്കണമേ. വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ കാതുകളെ ഹൃദയങ്ങളെയും ഒരുക്കി ആ വചനത്തെ സ്വീകരിപ്പാൻ അങ്ങ് സഹായിക്കുകയും തിരുനാമം ഇതിലൂടെ മഹത്വപ്പെടുവാൻ കൃപയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 26. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് വില കൊടുക്കും? പ്രിയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതം ഹ്രസ്വമായ ഒരു കാലയളവിൽ ഒതുങ്ങുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ മരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഈ ലോക ജീവിത സമയത്ത് ഈ ലോകത്തിൻ്റെ പലതും നേടുവാൻ തക്കവണ്ണമുള്ള പരക്കം പാച്ചിലും അതിനുവേണ്ട ക്രമീകരണങ്ങളും ചെയ്യുന്ന മനുഷ്യനെയാണ് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത്. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, സ്ഥാനമാനങ്ങൾ, ഉയർന്ന പദവികളിലെത്തുവാൻ, ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ, അങ്ങനെ ലോകപ്രകാരം പ്രസക്തിക്ക് വേണ്ടി, പേരിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് എവിടെയും കാണുവാൻ കഴിയും. അത് വ്യക്തികളുടെ കാര്യമായിരുന്നാലും രാജ്യങ്ങളുടെ കാര്യങ്ങളായിരുന്നാലും അത് വിഭിന്നമല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതൊക്കെയും മറ്റ് രാജ്യങ്ങളെ കീഴടക്കുവാൻ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുവാൻ ഒക്കെയുമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണുമ്പോൾ ഈ ലോക ജീവിതം അതിനൊരവസാനമുണ്ട് എന്നും ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നും നമുക്ക് എത്രത്തോളം അങ്ങനെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്നവർ, അക്രൈസ്തവരായിരിക്കുന്നവർക്ക് ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസമോ ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എന്നാൽ ഭൂമിയിൽ ഭൂരിപക്ഷമെന്ന് പറയപ്പെടുന്ന ക്രൈസ്തവരിൽ ഏറിയ പങ്കും അവരുടെ ജീവിതം അക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് നമുക്ക് ചുറ്റുപാടുകളും നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം ഈ ലോകത്തിൽ പലതും നേടുകയല്ല, പിന്നെയോ ഇതിനപ്പുറമായ ഒരു ജീവിതം, നിത്യമായി നിലനിൽക്കുന്ന ഒരു ജീവിതവും അത് ലക്ഷ്യമാക്കിയുള്ള യാത്രയുമായിരിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുക, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ അവൻ നേടാവുന്നതൊക്കെ നേടിയാലും തൻ്റെ ജീവനെ എന്ന് പറയുമ്പോൾ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഫലം? ജീവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജീവൻ നഷ്ടപ്പെടുന്നത് ആത്മാവ് നമ്മളിൽ നിന്ന് വേർവിടുമ്പോഴാണ്. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അവിടെ ശരീരം മാത്രമാണ് മരിക്കുന്നത്, ആത്മാവ് മരിക്കുന്നില്ല. അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇവിടെ നാം വായിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ, തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇംഗ്ലീഷ് ഭാഷയിൽ നാം സോൾ എന്ന് നമുക്കവിടെ വായിക്കുവാൻ തക്കൊണ്ട് കഴിയും. അപ്പോൾ ആത്മാവ് നഷ്ടമായാൽ,
എന്ന് പറയുമ്പോൾ ആത്മാവ് സ്വർഗരാജ്യത്തിൽ എത്തുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം എന്ന് കർത്താവ് ചോദിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തന്നെ പറയുകയാണ്, അല്ല, തൻ്റെ ജീവനെ, തൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് വില കൊടുക്കും? ഒരു ചോദ്യമായിട്ടാണ് കർത്താവ് ഇത് ചോദിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എന്ത് വില കൊടുത്താലും ആത്മാവിനെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവിനെ വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിൽ എന്ത് വില കൊടുത്താലും സാധ്യമാകുകയില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ രക്ഷ അല്ലെങ്കിൽ ഈ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് സ്വായത്തമാക്കിയത്? കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തൻ്റെ ജീവനെ അവൻ നൽകിയാണ് നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തത്. ആ നിത്യരാജ്യത്തിനുള്ള, സ്വർഗരാജ്യത്തിനുള്ള അവകാശി അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നാം അതിന് യോഗ്യരാണ്. അതായത് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഉള്ള അവകാശം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ എന്ത് നാം ചെയ്യണം, എങ്ങനെ നാം ഈ ലോകത്ത് ജീവിക്കണം എന്നൊക്കെയും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ വിലയെക്കുറിച്ച്, സ്വർഗരാജ്യത്തിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ ലോക ജീവിതത്തിൽ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം കഴിയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ 2 ചെറിയ കൊച്ചു ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. 44 നാം വായിക്കുന്നു, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശമാകുന്നു. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചു വെച്ചു. അതിൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അവൻ ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം ഒരു നിധിയോട് തുല്യമായിട്ട് കർത്താവ് ഉപമിക്കുകയാണ്. നിധി എന്ന് പറയുമ്പോൾ നമ്മുടെ കരങ്ങളിലുള്ള നമുക്കുള്ള സമ്പത്തിനേക്കാൾ 10 മടങ്ങ് വിലയുള്ള കാര്യമാണ്. അപ്പോൾ അത് ലഭിക്കുവാൻ തക്കവണ്ണം എന്ത് വിലയും കൊടുത്ത് അത് സ്വായത്തമാക്കുവാൻ ഒരു വ്യക്തി ശ്രമിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്, തനിക്ക് ഉള്ളതൊക്കെയും വിറ്റ് അവൻ ആ വയൽ വാങ്ങുന്നു. ആ നിധിയുള്ള വയൽ വാങ്ങുന്നതിന് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് കർത്താവ് പറയുകയാണ്. കാരണം ഈ ലോകത്തിൽ 70, 80 അല്ലെങ്കിൽ 100 വർഷം ജീവിക്കുമ്പോൾ അതിൽ ആ മരണശേഷം നിത്യമായി ജീവിക്കുന്ന, അതായത് എന്നും നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമായതൊക്കെയും ആ സ്വർഗരാജ്യത്തിന് വേണ്ടി നാം വിൽക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി അത് പ്രാപിപ്പാൻ തക്കവണ്ണം ബുദ്ധിയുള്ളൊരു മനുഷ്യന് കഴിയുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത തിരുവചനം 45-ാം വാക്യം, വീണ്ടും സ്വർഗരാജ്യം നല്ല മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശമാകുന്നു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ അതിന് നാം ഈ ലോകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുമാണ് ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് തുടർന്ന് പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും. പ്രവൃത്തി ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഈ ലോകത്ത് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതിഫലം നമുക്കുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നന്മ ചെയ്താൽ നന്മ നമുക്ക് ലഭ്യമാകും, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. തിന്മ ചെയ്താൽ അതിനുള്ള ഫലവും ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് മനുഷ്യപുത്രൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് അതുണ്ടാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യിരെമ്യാ പ്രവചനത്തിലേക്ക് നാം വരുമ്പോൾ 17-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ വഴിക്കും പ്രവർത്തിക്ക് തക്കവണ്ണവും കൊടുക്കുന്നു. ദൈവം ഹൃദയത്തെ പരിശോധിച്ച് ഓരോരുത്തരുടെയും ജീവിതമനുസരിച്ച് അവനവൻ്റെ വഴികൾക്കും അവനവൻ്റെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം
31 മുതലുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുകയാണ്, ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നത് എന്ന് പറയുമ്പോൾ കർത്താവ് രണ്ടാമതും വരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് പൂർണ്ണമായും വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. എന്തെന്നാൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നമുക്കറിയാം. പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏതാണ്ട് 700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശു. യേശു ഏത് ഗോത്രത്തിൽ നിന്ന് ജനിക്കും, യേശു എവിടെ ജനിക്കും, യേശുവിൻ്റെ പേരെന്താണ്, ആരിൽ നിന്ന് ജനിക്കും, ഒക്കെയും ഈ പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കർത്താവ് ജനിക്കുന്നതിന് 700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അവൻ്റെ ഓരോ കാര്യങ്ങളും, മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്ന കാര്യം, അല്ലെങ്കിൽ 2 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ ഏതാണ്ട് 300-ലധികം പ്രവചനങ്ങൾ യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു മശിഹായുടെ ജനനവും ജീവിതവും മരണവും ഉയർപ്പുമെന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത പ്രവചനമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അത് പ്രവചനം എന്ന് പറയുമ്പോൾ എപ്രകാരം അത് പൂർത്തീകരിച്ചുവോ, യേശുവിൻ്റെ ജനനവും ജീവിതവും മരണവും ക്രൂശുമരണവും എങ്ങനെ പൂർത്തീകരിച്ചുവോ, പ്രവചനങ്ങൾ പൂർത്തീകരിച്ചു, അതുപോലെ തന്നെ ഈ രണ്ടാം വരവ് എന്നുള്ള പ്രവചനവും പൂർത്തീകരിക്കേണ്ടതാണ്. ഇത് നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ വായിക്കുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജനതകളെയും അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പറയുകയാണ്. അവിടെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായവർ അവൻ്റെ സന്നിധിയിൽ നിൽക്കും. എന്നിട്ട് അവരെ ഒരു ന്യായവിധി അവിടെ കർത്താവ് നടത്തും. ആ ന്യായവിധിയിൽ 2 കൂട്ടമായിട്ട്, അതായത് സകല ജനതകളെയും അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന, യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവരെ 2 ഗണമായിട്ട് തിരിക്കുകയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സകല ജനതകളെയും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ അത് ക്രൈസ്തവരെന്നല്ല, അക്രൈസ്തവരും ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അതാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വലിയ ദൗത്യം. യേശുവിനെ അറിയാത്തവരെ യേശുവിനെ കൊടുക്കുക, സകല സൃഷ്ടികളോടും ഈ സുവിശേഷം അറിയിക്കുക എന്ന തൻ്റെ അന്ത്യ സന്ദേശം ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ അത് ചെയ്യുവാൻ, അല്ലെങ്കിൽ ആ ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. കർത്താവിനെ അറിയാത്ത, യേശു ഏകരക്ഷകനാണെന്നറിയാത്ത ഓരോ വ്യക്തിയോടും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സത്യം പറയുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആ ദൗത്യം നാം പൂർത്തീകരിക്കുമ്പോഴാണ് അപ്രകാരം ആ വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിക്ക് വരുവാൻ തക്കോണം കഴിയുന്നത്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശു കർത്താവ് ഏക രക്ഷകൻ ആണ് എന്നറിയാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുമ്പോൾ അവരോട് പറയുവാൻ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുവാൻ നമുക്ക് ഒരു വലിയ ചുമതല എനിക്ക് നിങ്ങൾക്കുമുണ്ട്. അത് നാം എവിടെയും എപ്പോഴും പറയുവാൻ നാം സന്നദ്ധരാകണം. കാരണം അതിനുള്ള വലിയ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ആ വിശ്വാസം, അല്ലെങ്കിൽ ആ സത്യം മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് കഴിയണം. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനായി മറ്റൊരു നാമവും ഇല്ല എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുമ്പോൾ അത് നാം വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വസിച്ച സത്യം മറ്റുള്ളവരോട് പറയുവാൻ കഴിയണം. അതാണ് കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയുക. സുവിശേഷം എന്താണ്? യേശുവിനെക്കുറിച്ച്, യേശു ഏകരക്ഷകൻ എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. യേശുവിലൂടെ രക്ഷയുണ്ട് എന്നുള്ള സദ്വാർത്തയാണ് സുവിശേഷം. ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ എത്തിക്കുമ്പോൾ ഈ രണ്ടാമത്തെ വരവിൽ
ആ കടന്നു വരുന്ന ക്രൈസ്തവരും അക്രൈസ്തവരുമായിരിക്കുന്നവർ കടന്നു വരുമ്പോൾ അവർക്ക് രക്ഷയിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കപ്പെടുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, സകല ജനതകളെയും അവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിക്കും. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുഭാഗത്ത് ഉള്ളവരോട് അരുളി ചെയ്യുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവിൻ. അപ്പോൾ ഒരു സമൂഹം വലതുവശത്തും ഒരു സമൂഹം ഇടതുവശത്തുമായിട്ട് വേർതിരിക്കുകയാണ്. എന്നിട്ട് വലതുഭാഗത്തുള്ളവരോട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എന്നിട്ട് തുടർന്ന് പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ വലതുവശത്ത് ഉണ്ടായിരുന്നവർ അവനോട് ഉത്തരം പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശക്കുന്നവനായി കണ്ടു, ഭക്ഷിക്കുവാൻ തരികയോ ദാഹിക്കുന്നതായി കണ്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായോ കാരാഗ്രഹത്തിലായോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു? രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ കൊടുക്കുന്നവരായിരുന്നു. ഇന്ന് ലോകത്തിൽ പലതും നേടുവാൻ വെട്ടിപ്പിടിക്കുവാൻ പരിശ്രമിക്കുന്ന പ്രവണത നാം കാണുമ്പോൾ കൊടുക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്. കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സമസൃഷ്ടികൾ പ്രയാസങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്നവരെ കരുതുന്ന ഒരു സമൂഹമാണ് കർത്താവ് തൻ്റെ വലതുഭാഗത്ത് വേർതിരിച്ചിരിക്കുന്നത്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുകയും പാർപ്പിടമില്ലാത്തവരെ ചേർത്തുകൊള്ളുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുകയും രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കുകയും കാരാഗ്രഹത്തിലായിരിക്കുന്നവരെ സന്ദർശിക്കുകയും ചെയ്യുന്ന കൊടുക്കുന്ന ഒരു സമൂഹത്തിന് അനുഗ്രഹങ്ങൾ, ആ സ്വർഗരാജ്യം അവകാശമാക്കുവാനുള്ള ഭാഗ്യം അവർക്ക് നൽകുന്നതായിട്ട് നമ്മുടെ വായിക്കണം. എന്നിട്ട് പിന്നെ അവൻ ഇടതുഭാഗത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അപ്പോൾ രാജ്യം അവകാശമാക്കി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നന്മ ചെയ്തവരെ ചേർക്കുമ്പോൾ, അവർക്ക് സ്വർഗരാജ്യം അവകാശമായി നൽകുമ്പോൾ, മറ്റ് ഇടതുഭാഗത്തുണ്ടായിരുന്നവരോട് പറയുകയാണ്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക്. നിത്യ അഗ്നി, എന്നും അഗ്നിയിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നാം എന്ത് നേടിയാലും ഇതിനപ്പുറമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ ആത്മാവ് സ്വർഗരാജ്യത്തിലെത്തുവാനുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നതിലപ്പുറം ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് തുറന്നു പറയുന്നു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വസ്ത്രം ധരിപ്പിച്ചില്ല, രോഗിയും കാരാഗ്രഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല എന്ന് അരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗ്രഹത്തിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നതെല്ലാം എനിക്കാകുന്നു ചെയ്യാതിരുന്നത് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. എന്നും തുടർന്ന് അവർ ജീവിക്കേണ്ട, വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. നിത്യമായി ജീവിക്കുന്ന നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ പാപികളായിരുന്നവർ,
എങ്ങനെയാണ് അവർ നിത്യശിക്ഷയിലേക്ക് നരകാഗ്നി അവകാശമാക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എത്രത്തോളം നമുക്കിതിൽ വിശ്വസിക്കുവാൻ കഴിയാറുണ്ട്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് സത്യവചനമാണ്. ഈ വചനത്തിൽ ഒരു മാറ്റവുമില്ല. വചനം സത്യമാണ്, എന്തെന്നാൽ വചനം ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയെന്ന്. വചനം ദൈവമാണ്. അപ്പോൾ ദൈവം വചനമാകുന്ന ദൈവം വചനമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഇത് വിശ്വസിക്കുവാനും ആ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലയളവ് ഈ നിത്യമായി ജീവിക്കുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയൊരു കാലയളവാണ്. ഈ കാലയളവിൽ ഈ ലോകത്തിലെ പലതും വെട്ടിപ്പിടിക്കുവാനുള്ള പരിശ്രമത്തെക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി നാം കൊടുക്കുന്നവരായി, സ്വീകരിക്കുന്നതിനേക്കാൾ ഉപരിയായി കൊടുക്കുന്നവരായി നാം തീരുമ്പോഴാണ് ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കൊണ്ട് നമുക്ക് കഴിയുന്നത്. ഇന്ന് ലോകത്തിൽ നല്ല ശതമാനം ആളുകളും ലോകത്തിൻ്റെ പലതും നേടുവാനുള്ള പരിശ്രമത്തിലായിരിക്കുമ്പോൾ ഒരു കൊച്ചു സമൂഹത്തെ നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവർ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെയും മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും അപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു സമൂഹത്തെ നമുക്ക് കാണുവാൻ തൊക്കോണം കഴിയും. വിശുദ്ധന്മാരായി ജീവിക്കുന്ന ഒരു കൊച്ചു സമൂഹം. അവർ ലോകത്തിൻ്റെ ഒരു കാര്യത്തിനു വേണ്ടിയല്ല അവരുടെ ജീവിതം മാറ്റിവെക്കുന്നത്, പിന്നെയോ നിത്യരാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച് അപ്രകാരം ജീവിക്കുന്ന ഒരു കൊച്ചു സമൂഹത്തെയും നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവർ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് അവരുടെ ലക്ഷ്യം ഈ ലോകത്തിലുള്ളതല്ല, പിന്നെ ഈ ലോകത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നും അതിന് ആവശ്യമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യത്തോടു കൂടി അവർ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമാകുമ്പോൾ അതിന് പ്രതിഫലം ദൈവത്തിൽ നമുക്ക് ലഭ്യമാകും. മറിച്ച് നാം അത് ഈ ലോകത്തിന് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറന്നും ദൈവമില്ലാതെയും മറ്റുള്ളവരെ പീഡിപ്പിച്ചും ഈ ലോകത്തിൻ്റെ വസ്തുവകൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിനും പെരുമയ്ക്കും വേണ്ടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നത്. നിത്യ അഗ്നിയിലേക്ക് പ്രവേശിക്കുവാനത് മുഖാന്തരമൊരുക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടർന്നുള്ള കാലയളവിൽ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നാം വായിച്ച കുറിവാക്യം 16-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്ത് എല്ലാം നേടിയാലും എന്തൊക്കെയും നേടിയാലും നമ്മുടെ ജീവനെ നഷ്ടമാക്കിയാൽ, ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മളിൽ നിന്നുണ്ടാകരുത്. കാരണം നാം ഇവിടെ വായിക്കുന്നു, തുടർന്ന് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം. നമ്മുടെ പ്രവൃത്തി അത് തൂക്കി നോക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഓരോന്നിനും കണക്കുകൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കേണ്ടവരാണ്. എന്ന് പറയുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ, താലന്തുകൾ അല്ലെങ്കിൽ കഴിവുകൾ, അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെയും പൂർണ്ണതയിൽ നാം ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതം പ്രസാദകരമായി തീരുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം രണ്ടാമതും നിൽക്കുമ്പോൾ അതിന് ആനുപാതികമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. അത് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം ഈ ലോകത്ത് പരദേശികളാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകുന്നവരെ പരദേശികളെന്ന് വിളിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മുടെ വാസം പരദേശം, അതായത് ഇത് ഹ്രസ്വമാണ്. ഇതിനപ്പുറമായിട്ടുള്ളൊരു ജീവിതം, നിത്യമായി നിൽക്കുന്ന ഒരു ജീവിതം, അതിന് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഹ്രസ്വ ജീവിതം നാം നയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായി ജീവിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നിത്യതയിൽ എന്നും ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ നിത്യരാജ്യത്തിന് നാം അവകാശികളായിത്തീരുന്നത്. മറിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായ പലതും നേടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ചും ദ്രോഹിച്ചും പീഡിപ്പിച്ചും സ്വാർത്ഥത മാത്രം അന്വേഷിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് നിത്യ അഗ്നിയാണ് എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നരകം വളരെ
ഏറെ പ്രയാസമുള്ളതാണ്. അവിടെ പിശാചിന് അവകാശമായി പിശാച് വസിക്കുന്ന ഒരു സ്ഥലത്ത് എന്നും നാം വസിക്കുന്ന ഒരു സാഹചര്യമാണ് അതുവഴി ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുക. ഇതുവരെയും ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തുടർന്നുള്ള വർഷങ്ങൾ നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ലഭിക്കുന്ന ആയുസിൽ ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയുക്തമാക്കി ദൈവനാമമഹത്വത്തിനു വേണ്ടി കൊടുക്കുന്നവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി തീരുവാനും നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജനനത്തെയും ജീവിതത്തെയും മരണത്തെയും കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്നുള്ളത് പ്രവചനവും അത് സുനിശ്ചിതമാണ്. അതിനകത്ത് സംശയിക്കേണ്ട കാര്യമാണ്, നിശ്ചയമാണ്. അത് എന്ന് ആണ് എന്നുള്ളത് പിതാവാം ദൈവം മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷേ അന്ന് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അവൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. അവൻ വലത്ത് വശത്തും ഇടതുവശത്തുമായി അവരെ കൂട്ടിച്ചേർക്കുമ്പോൾ ഞാനും നിങ്ങളും അവൻ്റെ വലതു ഭാഗത്ത് കാണപ്പെടുവാൻ തക്കോണം കഴിയണം. അതിനായി നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ തുടർന്നുള്ള കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.